എപ്പോഴും നമ്മളത് അറിയാറില്ല. മലപ്പുറത്തിന് വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയിട്ടും അധികം ശ്രദ്ധിക്കാതെ പോയൊരിടമാണ് പെരിന്തൽമണ്ണയിലെ കടുങ്ങപ്പുരത്തെ പാലൂർ കോട്ട. പേരുകൊണ്ട് കോട്ടയാണെങ്കിലും അവിടെ ചെന്നെത്തിയാൽ നമ്മളെ കാത്തിരിക്കുന്നത് മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. പാലൂർ കോട്ട കാണാൻ പോയ നമ്മുടെ മലപ്പുറം ബ്യൂറോ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇനി കണ്ടുവരാം. മഴക്കാലമായാലും യാത്രകൾ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്. എന്നാൽ അങ്ങനെ നമുക്ക് പോകാൻ കഴിയുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചില യാത്രാ കേന്ദ്രങ്ങളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അതിലേറ്റവും ഒന്നാണ് മലപ്പുറം ജില്ലയിലെ പാലൂർ കോട്ട വെള്ളച്ചാട്ടം. പെരിന്തൽമണ്ണയിൽ നിന്നും വെറും 10 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ പാലൂർ കോട്ടയിലേക്ക് എത്താം. ആ പാലൂർ കോട്ടയെ നമുക്കൊന്ന് കണ്ടുവരാം. വാഹനം ഇറങ്ങിയ സ്ഥലത്ത് നിന്നും ഏകദേശം 200 മീറ്റർ ദൂരം ഓഫ് റോഡ് താണ്ടി വേണം നമുക്ക് പാലൂർ കോട്ടയിലേക്ക് എത്താൻ. ഞാൻ ഈ ഇരിക്കുന്ന ഭാഗമാണ് പാലൂർ കോട്ടയുടെ പ്രവേശന കവാടം. ഇവിടെ എത്തിയാൽ തന്നെ അങ്ങ് ദൂരെ മലമുകളിൽ നിന്നും പാലൂർ കോട്ടയുടെ ഉത്ഭവം നമുക്ക് കാണാൻ സാധിക്കും. 2 തട്ടുകളിലായി ഒഴുകുന്ന വെള്ളച്ചാട്ടമാണ് പാലൂർ കോട്ടയിലേത്. മലമുകളിൽ നിന്നും പാറകളെ തട്ടി തലോടി ഒഴുകിയെത്തുന്ന ഇവിടുത്തെ തണുത്ത ജലം അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒന്നാണ്. എന്നാൽ ഇവിടെ എത്തുന്ന ഓരോരുത്തരും സ്വയം ജാഗ്രത കൂടി പാലിക്കണം. വലിയ വഴുക്കലുകളുള്ള പ്രദേശമായതിനാൽ പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഓരോരുത്തരുടെയും സുരക്ഷിതത്വം അവരുടെ ജാഗ്രതയ്ക്കനുസരിച്ചാണ്. എങ്ങനെയുണ്ട് പാലക്കാട്? സൂപ്പറാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളിയാണ്. ഞങ്ങൾ മലപ്പുറത്ത് വന്നിട്ട് ഈ സ്പോട്ട് അറിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ വന്നാണ്. അടിപൊളിയാണ്, നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത്. അടിപൊളി സ്ഥലം, വലിയ തിരക്കുമില്ല, നല്ല ഭംഗിയുള്ള അറ്റ്മോസ്ഫിയർ. അടിപൊളി സ്ഥലമാണ്. ഫാമിലിയും ഫ്രണ്ട്സായിട്ട് നല്ല വൈബ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഒരു ഹിഡൻ ജെമ്മാണ്. നല്ല തണുത്ത വെള്ളവും നല്ല രീതിയിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. പാലൂർ കോട്ടയുടെ താഴെ തട്ടിൽ നിന്നും മുകൾ ഭാഗത്തേക്ക് കയറുന്നത് അല്പം സാഹസികം നിറഞ്ഞതാണ്. അതിനോടൊപ്പം അപകടം പിടിച്ചതും. സ്വയം ജാഗ്രത പാലിക്കണം. പണ്ട് പാലക്കാട്ടെ പടയോട്ടം കഴിഞ്ഞ് മലബാറിലേക്ക് മടങ്ങുന്ന കാലത്ത് ടിപ്പുവും കൂട്ടരും ഈ മലമുകളിൽ തമ്പടിച്ചുവെന്നാണ് ചരിത്രം. മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് പാലൂർ കോട്ടയിലേത്. കളാരവമൊഴുക്കിയെത്തുന്ന വെള്ളവും തണുത്ത കാറ്റുമെല്ലാം അനുഭവിച്ച് തന്നെ അറിയണം. അത്രമേൽ സൗന്ദര്യമാണ് ഇവിടം. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം. താങ്ക് യു അഷ്കർ. ഈ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് പാലൂർ കോട്ട എന്നാണ് പേര്. ആ വെള്ളച്ചാട്ടം കാണുമ്പോൾ തന്നെ നമുക്കൊരു കുളിര് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോവുക. മഴക്കാലത്ത് ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം. കാല് വഴുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വേണ്ടത്ര മുൻകരുതലുകൾ നിങ്ങൾ എടുക്കുകയും വേണം. വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി കുറച്ചു നേരം മണിക്കൂറുകളോളം നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്തൊക്കെ നിൽക്കാം. പനി പിടിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും പാലൂർ കോട്ടയിലേക്കൊക്കെ എത്തുക. ആ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തി ആ മനോഹരമായ പ്രകൃതി രമണീയത ആസ്വദിക്കുക. ആവോളം നുകരുക. ഒരു ചെലവുമില്ലാതെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. നീ ഒന്ന് പൊക്കോണം. വെറുതെ വീട്ടിലിരുന്ന് സമയം കളയാതെ പാലൂർ കോട്ടയിലേക്കൊക്കെ പോയി മഴയത്ത് ഒന്ന് തണുത്ത് കുതിർന്നു വരുന്നത് ഒരു അനുഭവം തന്നെയാണ്.